ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 077/2017 തൃശൂർ, കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ 2017 നടന്ന LD ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഉള്ള അതേ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റേജ് 2 ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന 10th പ്രിലിംസിന്റെ സ്റ്റേജ് 2 ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണെന്ന് പഠിക്കുക. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഇതിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. 1940 പള്ളിവാസൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1940 പള്ളിവാസൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് 1940 തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. 1940 തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ചെങ്കുളമാണ്. 1954 സ്ഥാപിതമായിട്ടുള്ള ചെങ്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. അത് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ചെങ്കുളം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണെന്ന് പഠിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണടാ? 860 ചതുരശ്ര സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ലയാണെങ്കിൽ അത് ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണെന്നും പഠിച്ചു വെക്കാം. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. എന്നാൽ വൈക്കം സത്യാഗ്രഹം ചോദിച്ചാൽ അതെങ്ങനെയാണ് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ അയിത്തോച്ചാടനത്തിനെതിരായി നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവസം, വർഷം PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. 1936 നവംബർ 12 1936 നവംബർ 12. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യറാണ്. അപ്പോഴത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യറാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം നോക്കൂ: കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ചോദിച്ചാൽ അത് ഏതാണടാ? അത് രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പുറത്തിറങ്ങിയത് 1847 രാജ്യസമാചാരം പുറത്തിറങ്ങിയത് 1847. ഇത് ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം പുറത്തിറങ്ങിയ സ്ഥലം ചോദിച്ചാൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവാണെന്ന് പഠിച്ചു വെക്കാം. ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട സംഘടനയാണ് BEM, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി. ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട സംഘടനയാണ് BEM, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് പുറത്തിറക്കിയ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഹെർമൻ ഗുണ്ടർട്ട് പുറത്തിറക്കിയ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഇനി നോക്കൂ, ദീപികയ്ക്ക് എന്താ പ്രത്യേകതയുള്ളത്? കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക. കേരളത്തിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപികയാണ്. ഈ ദീപിക ദിനപത്രം ആരംഭിച്ചത് നിധിയിരിക്കൽ മാണി കത്തനാറാണ്. ദീപിക ദിനപത്രം ആരംഭിച്ചത് നിധിയിരിക്കൽ മാണി കത്തനാറാണ്. ദീപികയുടെ ആദ്യകാല പേരാണ് നസ്രാണി ദീപിക. ദീപികയുടെ ആദ്യകാല പേരാണ് നസ്രാണി ദീപിക. ഇനി നോക്കൂ, മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് ആദ്യം PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. ഈ മലബാർ സിമന്റ്സ് ഫാക്ടറി അതേപോലെ ഉള്ള കുറച്ച് സ്ഥാപനങ്ങൾ PSC നിരന്തരം ചോദിച്ചിരുന്ന ചോദ്യമാണ്. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? അത് വാളയാറാണെന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ:
കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. കോസി ജലവൈദ്യുത പദ്ധതി ബീഹാറിലാണെന്ന് പഠിച്ചു വെക്കാം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബംഗളൂരു. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബംഗളൂരു ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മുംബൈ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം, ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അതും മുംബൈ ആണെന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. സുവർണക്ഷേത്രം അമൃത്സർ ആണ്. സുവർണക്ഷേത്രം എവിടെയാണ്? അത് അമൃത്സർ ആണ്. ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ഏതാണടാ? അത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് എന്താണ്? ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണെങ്കിൽ തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള നഗരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇന്ത്യയുടെ മുട്ട നഗരം ചോദിച്ചാൽ അത് ഏതാണ്? അത് നാമക്കലാണ്. ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ്. ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ്. ഇതേപോലെ ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരമാണ് റാഞ്ചി. ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് പിതാംബൂർ ആണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളൊന്ന് കേട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അതായത് നിങ്ങൾക്ക് അറിയാത്ത ഫാക്ട് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേട്ട് പഠിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ട് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണടാ? അത് മുംബൈ ആണെന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ഡല, ഗുജറാത്തിലെ കാണ്ഡല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് ഗുജറാത്തിലെ കാണ്ഡല എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണടാ? മുട്ട. സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്? മുട്ട. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹിമാചൽ പ്രദേശാണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏതാണ്? 1911 ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം 1911 ആണ്. അപ്പൊ 1911 വരെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. 1911 മുതലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാക്കി മാറ്റുന്നത്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ ആണല്ലേ. ലോക് നായിക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ ആണെങ്കിൽ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണെന്ന് പഠിച്ചു വെക്കാം. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണെന്ന് പഠിച്ചു വെക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ്? ഓപ്ഷൻ ഡി ഉറുദു ആണ്. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണെന്ന് പഠിച്ചു വെക്കാം. UGC നിലവിൽ വന്ന വർഷം ഏതാണ്? UGC നിലവിൽ വന്ന വർഷം 1953 ആണ്. UGC നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1953 ആണെന്ന് പഠിച്ചു വെക്കും. നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും കുഞ്ഞുങ്ങളെ? അത് പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? അത് പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ 17 ആണ്, ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏതാണ്? അത് എക്സൈസ് നികുതിയാണ്. ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് എക്സൈസ് നികുതി.
ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1969 ഒന്നാം ബാങ്ക് ദേശസാൽക്കരണവും പിന്നെ 1980 എന്ത് ചെയ്യുന്നത്, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണവും നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? അതാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണടാ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 നമുക്ക് സെക്കൻഡ് ഫേസിലും ഫസ്റ്റ് ഫേസിലൊക്കെ RTI ആക്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തൊട്ട് നടന്ന 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 2005. മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അത് ജൂലൈ 12. മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണടാ? അത് ജൂലൈ 12. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ 2017 പ്രകാരമുള്ളതാണ്. നിലവില് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡും നേടിയ അന്തർദേശീയ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഏതാണടാ? ആംനസ്റ്റി ഇന്റർനാഷണൽ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും അതേപോലെ 1978 UN അവാർഡും നേടിയ അന്താരാഷ്ട്ര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഈ ക്വസ്റ്റ്യന് നിലവിൽ റെലവന്റ് അല്ല. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരുന്നു? അന്നത്തെ ഒരു കറണ്ട് അഫയർ ആണ് കേട്ടോ ഇത്. ബ്രെക്സിറ്റ് എന്ന പദം ബ്രിട്ടനുമായി ബന്ധപ്പെട്ടതാണ്. 2016 ബുക്കർ പ്രൈസ് ജേതാവാണ് ചോദിച്ചിട്ടുള്ളത്. അതിനിപ്പോൾ റെലവൻസ് ഇല്ല. നമ്മൾ പഠിക്കേണ്ടത് 2024 ബുക്കർ പ്രൈസ് ജേതാവാണ് സാമാന്ത ഹാർവേ. അവർ ബ്രിട്ടീഷ് ഓഥറാണ്. അവരുടെ ബുക്കാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന ബുക്കിനാണ് സാമാന്ത ഹാർവേക്ക് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിന്റെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി. ഇതും ഇപ്പം റെലവന്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പോളിമർ ആയ പോളിത്തീന്റെ മോണോമർ ആണ് തന്നതിൽ ഏതാണടാ? അത് ഈഥീൻ ആണ്. ഏതാണ്? അത് ഈഥീൻ ആണ്. ഒരു പോളിമർ ആയ പോളിത്തീന്റെ മോണോമർ ആണ് ഈഥീൻ. ഒരു വസ്തുവിന്റെ അടിസ്ഥാന പദാർത്ഥം അഥവാ ഘടകമാണ് മോണോമർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ അടിസ്ഥാന പദാർത്ഥം അഥവാ ഘടകമാണ് മോണോമർ എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഏതാണടാ? അത് ന്യൂട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റത്തിലുള്ള 3 കണങ്ങളാണടാ ഏതൊക്കെ? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ആറ്റത്തിലുള്ള 3 കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. പ്രോട്ടോൺ ആണെങ്കിലോ പോസിറ്റീവ് ചാർജ്. അപ്പൊ P പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല എന്ന് പഠിക്കാം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഏതാണ്? അത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഏതാണ്? അത് ന്യൂക്ലിയസ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഇപ്പം PSC ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ സെക്കൻഡ് ഫേസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? അത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് മില്ലിക്കൺ ആണെന്ന് പഠിച്ചു വെക്കാം. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ്, ആധുനിക ആവർത്തന പട്ടിക നമുക്ക് സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ആരാണ്? മോസ്ലി ആണ്. ഇനി മെൻഡലീഫിന്റെ ഫാക്ട് എന്താണടാ? ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന്
ദിമിത്രി മെൻഡലിയേഫ് ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചാൽ അതാരാണ്? ദിമിത്രി മെൻഡലിയേഫ് ആണ്. ഇവിടെ ആധുനിക ആവർത്തന പട്ടികയാണ് ചോദിച്ചിട്ടുള്ളത്, മാറിപ്പോവരുത്. ആധുനിക ആവർത്തന പട്ടിക ആരുടേതാണ്? അത് ഹെൻറി മോസ്ലിയുടേതാണ്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കയിൽ നിന്നും അലൂമിനിയത്തിന്റെ അയിര് കണ്ടെത്താൻ. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. അപ്പൊ അലൂവ ബോക്സിലാണെന്ന് പഠിച്ചു വെക്കുക. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരുകളാണ് ക്രയോലൈറ്റും ബോക്സൈറ്റും. അലൂമിനിയത്തിന്റെ അയിരുകളാണ് ക്രയോലൈറ്റും ബോക്സൈറ്റും. അയണിന്റെ അതായത് അയണിന്റെ ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് തുടങ്ങിയവ. ആ മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് ഒക്കെ അയണിന്റെ അയിരുകളാണ്. ഇനി മാലക്കൈറ്റും ചാൽക്കോസൈറ്റും കോപ്പറിന്റേതാണ്. മാലക്കൈറ്റും ചാൽക്കോസൈറ്റും കോപ്പറിന്റേതാണ്. സിനബാർ മെർക്കുറിയുടെ അയിരാണ്. സിനബാർ മെർക്കുറിയുടെ അയിരാണെങ്കിൽ ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയിരാണ്. ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയിരാണ്. ഗലീന, ലിത്താർജ് തുടങ്ങിയവ ലെഡിന്റെ അയിരാണ്. ഗലീന, ലിത്താർജ് തുടങ്ങിയവ ലെഡിന്റെ അയിരാണ്. ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയിരാണ്. ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയിരാണ്. ജിപ്സവും ഫ്ലൂർസ്പാറും ജിപ്സം, ഫ്ലൂർസ്പാർ ഒക്കെ കാൽസ്യത്തിന്റെ അയിരാണെന്ന് പഠിക്കുക. കാൽസ്യത്തിന്റെ അയിരാണ്. കാസിറ്ററൈറ്റ് ടിന്നിന്റെ ആണ്. കാസിറ്ററൈറ്റ് ടിന്നിന്റെ അയിരാണ്. മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ്. മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ്. പൈറോലുസൈറ്റ് മാംഗനീസിന്റെ അയിരാണ്. പൈറോലുസൈറ്റ് മാംഗനീസിന്റെ അയിരാണ്. ബിസ്മത്രേറ്റ് സ്വർണത്തിന്റെ അയിരാണ്. ബിസ്മത്രേറ്റ് സ്വർണത്തിന്റെ അയിരാണ്. കലാമിൻ സിങ്കിന്റെ അയിരാണെന്ന് പഠിച്ചു വെക്കുക. കലാമിൻ സിങ്കിന്റെ അയിരാണ്. പീച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ അയിരാണ്. പീച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ അയിരാണ്. പെട്രോനൈറ്റ് വനേഡിയത്തിന്റെ അയിരാണ്. പെട്രോനൈറ്റ് വനേഡിയത്തിന്റെ അയിരാണ്. പെൻലാൻഡൈറ്റ് നിക്കലിന്റെ അയിരാണ്. പെൻലാൻഡൈറ്റ് എന്ന് പറയുന്നത് നിക്കലിന്റെ അയിരാണ്. ഇത് നമ്മൾ ഓരോ മൂലകങ്ങളും അതിന്റെ അയിരുകളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഫാക്റ്റാണ്. അതിങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, PSC ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മയാണ് അല്ലെ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ ഏതൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസൈറ്റ്, ഫെർമിയോണിക് കണ്ടൻസൈറ്റ്, കോർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? അവസ്ഥകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. ഏതാണടാ? മഞ്ഞ അല്ലെ. ചുവപ്പും പച്ചയും ചേർത്താൽ നമുക്ക് മഞ്ഞ കിട്ടും. ചുവപ്പും നീലയും ചേർത്താൽ മജന്ത. ചുവപ്പും നീലയും ചേർത്താൽ മജന്തയാണ് കിട്ടുക. പച്ചയും നീലയും ചേർത്താൽ ഏതാണ്? സിയാൻ ആണ്. പച്ചയും നീലയും ചേർത്താൽ ഏതാണ് കുഞ്ഞുങ്ങളെ കിട്ടുക? സിയാൻ ആണെന്ന് കിട്ടുക എന്ന് പഠിച്ചു വെക്കാം. നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളുമുണ്ട്, ദ്വിതീയ വർണ്ണങ്ങളുമുണ്ട്. പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളും. ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞ, മജന്ത, സിയാൻ ആണല്ലേ. രണ്ട് നിറങ്ങൾ കൂടിയിട്ട് വേറെ നിറങ്ങൾ കിട്ടുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അതേതൊക്കെയാണ്? മഞ്ഞ, മജന്ത, സിയാൻ ആണ്. ഇനി നോക്കൂ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? അത് ജൂൾ ആണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം, അന്നത്തെ ഒരു ഫാക്റ്റ് ആണ് കേട്ടോ, പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. നെക്സ്റ്റ്, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? അത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. സാധാരണ ഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണെന്ന് പഠിക്കുക. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ് അല്ലെ. പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പഠിച്ചു വയ്ക്കാം. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലൂക്കോമ ഏതാടാ? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടിയുണ്ട്, പ്രസ്ബയോപ്പിയ വെള്ളെഴുത്ത് എന്ന് പറയുന്ന അസുഖമുണ്ട്, ട്രക്കോമയുണ്ട്, തിമിരം, സിറോഫ്താൽമിയ, ദീർഘദൃഷ്ടി, ഗ്ലൂക്കോമ, ചെങ്കണ്ണ്, വിഷമദൃഷ്ടി, നിശാന്തത, വർണ്ണാന്തത. ഇതൊക്കെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണെന്ന് പഠിക്കാം. സൂര്യപ്രകാശ്, വിറ്റാമിൻസ് എന്നുള്ള ഈ ഒരു മേഖല PSC ഇങ്ങനെ നിരന്തരം ചോദിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു മേഖലയാണ് കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അതേതാണ് കുഞ്ഞുങ്ങളെ? വിറ്റാമിൻ D ആണ് അല്ലെ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് D ആണ്.
ഇനി ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ അത് ഏതാണ്? അത് എ ആണ്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നത് എ ആണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ അത് ഏതാണ്? സി ആണല്ലേ. നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വേണ്ട വിറ്റാമിൻ ഏതാണ്? സി ആണ്. പിന്നെ ഏതാ വരുന്നത്? തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ അത് ഏതാണ്? അത് B1 ആണ്. തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ B1. രക്തം കട്ട ഇരിക്കുന്ന രോഗം ഏത്? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഏത്? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. നെക്സ്റ്റ്, വായുവിൽ കൂടി പകരാത്ത രോഗം ഏതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണടാ? വായുവിൽ കൂടി പകരാത്ത രോഗം തന്നിരിക്കുന്നതിൽ കോളറയാണല്ലേ. അല്ല, കോളറ എങ്ങനെയാ പകരുക? ജലത്തിലൂടെ പകരുന്ന രോഗമാണല്ലേ കോളറ. വായുവിൽ കൂടി പകരുന്നതല്ല, ജലത്തിൽ കൂടി പകരുന്ന രോഗമാണ് കോളറ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ എ ഹരിതശ്രീ ആണ്. കുടുംബശ്രീ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? എടാ, ഇത് ഒരുപാട് തവണ PSC ഇതിലിങ്ങനെ ഓരോന്നും, അതായത് ചീരയുടെ ഇനങ്ങൾ തന്നിട്ടും പിന്നെ കോളിഫ്ലവറിന്റെ ഇനങ്ങളൊക്കെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹരിറാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഓപ്ഷൻ ബി കാബേജ് ആണ്. ഹരിറാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കാബേജ് ആണ്. ഇനി ജ്വാല, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അർക്ക, ലോഹിത്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അർക്ക, ലോഹിത് ഒക്കെ എന്നറിയപ്പെടുന്ന മുളകിന്റെ ഇനങ്ങളാണ്. ഏതിന്റെ ഇനങ്ങളാണ്? മുളകിന്റെ ഇനങ്ങളാണെന്ന് പഠിച്ചു വെക്കുക. അരുണ്, അതേപോലെ മോഹിനി. അരുണ്, മോഹിനിയൊക്കെ ചീരയുടെ ഇനങ്ങളാണ്. അരുൺ, മോഹിനിയൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? ചീരയുടെ ഇനങ്ങളാണ്. അടുത്തത്, കേരളത്തില് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പന്നിയൂരാണ്. കേരളത്തില് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? അത് പന്നിയൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യത്താണെന്ന് പഠിച്ചു വെക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം തിരുവനന്തപുരം പാറോട്ടുകോണത്താണ്. കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം തിരുവനന്തപുരം പാറോട്ടുകോണത്താണ്. ഇനി ഞാൻ പറയുന്നതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ചൊന്ന് കേട്ട് പഠിക്കുക. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ലയാണ്. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളമാണ്. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അതും കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കിയാണ്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കിയാണ്. ബാംബു കോർപ്പറേഷൻ അങ്കമാലിയാണ്. ബാംബു കോർപ്പറേഷൻ അങ്കമാലിയാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. കേന്ദ്ര കിഴങ്ങുവിള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്. മലപ്പുറം ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. നക്ഷത്ര ആമകൾക്ക് പേരു കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാറ്. നക്ഷത്ര ആമകൾക്ക് പേരു കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാറ്. ഇനി നോക്കൂ, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ആനയാണ്. പറമ്പിക്കുളത്താണെങ്കിൽ കടുവയാണ്. പറമ്പിക്കുളം കടുവയാണ്. സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാടിലെ ചൂലന്നൂരാണ്. മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാടിലെ ചൂലന്നൂരാണ്. കടവാവലുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മംഗളവനമാണ്. കടവാവുകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മംഗളവനമാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? അത് വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ്. ചാമ്പൽ മലയണ്ണാൽ കാണപ്പെടുന്ന വന്യജീവി പ്രദേശമാണ് ചിന്നാറ്. ചാമ്പൽ മലയണ്ണാൽ കാണപ്പെടുന്ന വന്യജീവി പ്രദേശം ചിന്നാറാണ്. പെരിയാർ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കടുവയാണ്. പെരിയാറിലാണെങ്കിൽ കടുവയാണ്. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് നെയ്യാറാണ്. ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് നെയ്യാറാണ്. ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാറാണ്. ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാറാണ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് ഏതാണ്? അത് തട്ടേക്കാട്. എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്.
ഇത്ത എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാണ്? ഇത്ത എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇത്ത എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇവിടെ നോക്കൂ, കുറച്ച് രോഗങ്ങളും അത് കാരണമാകുന്ന മൂലകവും നമ്മൾ പഠിക്കണം. മീനമാത എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകമാണ് മെർക്കുറി. മീനമാത മെർക്കുറിയാണ്. ഹൈപ്പോകലേമിയ പൊട്ടാസ്യം ആണ്. ഹൈപ്പോകലേമിയ ഏതാണ്? പൊട്ടാസ്യം കാരണമാണ്. വീൽസൺസ് രോഗം ചെമ്പാണ്. വീൽസൺസ് രോഗം ചെമ്പാണ്. പ്ലംബിസം ലെഡാണ്. പ്ലംബിസത്തിന് കാരണമാകുന്ന മൂലകം ഏതാണ്? ലെഡാണ്. സിലിക്കോസിസിന് കാരണമാകുന്നത് അത് അതിന്റെ പേരിൽ തന്നെയുണ്ട്, സിലിക്കൺ ആണ്. സിലിക്കോസിസിന് കാരണമാകുന്നത് സിലിക്കൺ ആണെങ്കിൽ ഫ്ലൂറോസിസിന് കാരണമാകുന്നത് ഏതാണ്? അത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറോസിസിന് കാരണമാകുന്നത് ഫ്ലൂറിൻ ആണെന്ന് പഠിച്ചു വെക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മളിനി ചെയ്ത് കംപ്ലീറ്റ് ആവാനുള്ളത് എന്താണ്? ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒരേപോലെ വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും. കാരണം അതായിരിക്കും എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും തേർഡ് ഫേസിൽ ആവർത്തിക്കുന്ന ഭാഗങ്ങൾ അതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.